ആളി കയറുക ആളിന്ന് ഒരു മിനിറ്റ് 8 മിനിറ്റ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് വേണ്ടി യൂസുഫലി സാറ് വീണ്ടും ഒരു മഹാമന്ദിരം, മണിമന്ദിരം, ഒരു മാളിക ചെയ്തു തരികയാണ്. നമ്മുടെ അമ്മമാർ സുഖിക്കുന്ന സന്തോഷം കണ്ടിട്ട് അച്ഛന്മാരെ ഒരു അസൂയയിലായിരിക്കുമ്പോഴാണ് സാറ് നമുക്ക് ഇങ്ങനൊരു വാഗ്ദാനം വെച്ചത്. അത് 15 കോടിയുടെ കെട്ടിടമാണെങ്കിൽ ഇത് 20 കോടിയുടെയാണ്. ഇതിനകത്ത് ഒത്തിരി സൗകര്യങ്ങൾ സാറ് വിഭാവന ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം ചെയ്യാവുന്നത് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുക. സാറിന് നല്ല ആരോഗ്യത്തോടു കൂടി ലോകത്തെല്ലായിടത്തും ഇങ്ങനെ പോകാൻ, ലോകം ഇങ്ങനെ മലയാളത്തിൻ്റെ അഭിമാനമായിട്ട് ലോകത്ത് സാറിന് കഴിയാൻ. അതെ. അപ്പം ഇത് കല്ലിടട്ടെ. വളരെ സന്തോഷം. ദൈവത്തിൻ്റെ തിരുനാമത്തിലാണ് സാറ് ഈ ശില ഇവിടെ സ്ഥാപിച്ചത്. ഒരച്ചമ്മ ഹാപ്പി ക്രിസ്മസ് ടു ആൾ. ഞങ്ങളുടെ മകൻ വരും. ഒപ്പം ഓണസദ്യ രണ്ട് കാലം അമ്മമാരെയും തള്ളി വിടുന്ന പ്രവണത ഇപ്പോൾ സ്കൂളുകൾ ആയിക്കൊണ്ടിരിക്കുകയും സോമരാജ് സാറിന് പറയാനുള്ളത് നിങ്ങൾ വളരെ അർഹതപ്പെട്ടവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മക്കളില്ല, മക്കൾ തള്ളിവിടുന്നവരെ അവർക്ക് ദൈവത്തിൻ്റെ ശാപം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ശ്രമിക്കാൻ വേണ്ടി. പക്ഷെ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടരുത്. അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക. ഒബിവാലിൻ്റെ സ്ഥാനം മാതാപിതാക്കൾ കരുണ കാണിക്കുക, സ്നേഹം കാണിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരെ തള്ളിവിടാതിരിക്കുക. അത്രയ്ക്കണതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ ഇത് മാതാപിതാക്കൾ ഒരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരെ സഹോദരങ്ങൾ പഠിക്കുന്നത്. അതിൻ്റെ കഥകളുണ്ട്. ശ്രീരാമ ഭഗവാൻ വനവാസത്തിൽ പോകാൻ കാരണം തൻ്റെ പിതാവിൻ്റെ വാക്കുമായിരിക്കാൻ വരം കൊടുക്കുക. എൻ്റെ പിതാവ് വരം കൊടുത്ത കാരണം ഞാൻ കാട്ടിലേക്ക് പോകണം. ഭഗവാൻ ശ്രീരാമൻ അതാണ് വനവാസത്തിൽ പോകാൻ. തൻ്റെ പിതാവായ ഭഗവാൻ കൊടുത്ത കവചകുണ്ടലങ്ങൾ തൻ്റെ മാതാവായ കുന്തിയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് മരണത്തെ നേരിട്ടതാണ് കാരണം. അതൊക്കെ ഹിന്ദു പുരാണങ്ങളും ഹിന്ദു ആചാരങ്ങളും ഭഗവത്ഗീതയും രാമായണത്തിലും പറഞ്ഞു, രാമായണത്തിലും ഗീതയിലും പറഞ്ഞു, ബൈബിളിലും പറഞ്ഞു. സൂക്ഷിക്കുകയും അതില്ലാതെ തള്ളിവിടുന്ന പ്രവണത അത് കേരളത്തിൽ വർദ്ധിക്കാതിരിക്കട്ടെ. അവർക്ക് ദൈവത്തിൻ്റെ ശാപമില്ലാതിരിക്കട്ടെ.
ദൈവത്തിൽ പ്രാർത്ഥിക്കുക.